ഹായ് എവ്രി വൺ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മുളകിട്ട മീൻ കറിയാണ്. അതിലോട്ട് ഞാൻ സാൽമൺ ഒരു 600 ഗ്രാമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുടംപുളി, കോക്കനട്ട് ഓയിൽ, കാശ്മീരി മുളക് പൊടി, സോൾട്ട്, ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറി ലീവ്സും. പിന്നെ ഞാനിത്തിരി ചൂടുവെള്ളം സൈഡിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രേവി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറവ് മതിയെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. ഇനി ഇതിലോട്ട് കുറച്ച് ചുവന്നുള്ളി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സമയം ഇതിലേക്ക് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രഷ് ജിഞ്ചർ ഗാർലിക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. തീ എപ്പോഴും കുറഞ്ഞ ചൂടിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റെസിപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നാട്ടിൽ നിന്ന് നമ്മൾ പൊടിപ്പിച്ചുകൊണ്ട് വന്നതാണ്. പാക്കറ്റിലെ മുളക് പൊടിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഞാൻ പരീക്ഷിച്ച് ഡിഫറൻസ് മനസ്സിലാക്കിയതുകൊണ്ടാണ് അത് പറയുന്നത്. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ചുവന്നുള്ളിയൊക്കെ ഏകദേശം മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിൽ ഫ്ലെയിം എപ്പോഴും കുറച്ച് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാൽമൺ ആണ് യൂസ് ചെയ്യുന്നത്. സാൽമൺ ഈസ് വെരി റിച്ച് ഇൻ omega-3. ഇറ്റ്സ് ക്രൂഷ്യൽ ഫോർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷൻ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് കുറയ്ക്കാനൊക്കെ സാൽമൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ചെറിയ തീയിൽ തന്നെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്ത മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെയാണ് മിക്സ് ചെയ്യേണ്ടത്. മുളക് പൊടി നന്നായി മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ കളറ് മാറുന്നത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഈ സമയം നമുക്ക് കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വെള്ളത്തോടു കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1 കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. പിന്നീട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കെറ്റിലിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്കിത് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന സാൽമൺ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് മസാലയൊക്കെ മീൻ കഷ്ണത്തിലോട്ട് പിടിച്ചിട്ടുണ്ട്. തീ കുറച്ച് തന്നെ വയ്ക്കുക. ഒത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം 10 മിനിറ്റ് ചെറിയ ചൂടിൽ വേവിക്കുക. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഈ സമയം കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അല്പം കറിവേപ്പിലയും കൂടെ ഫ്രഷ് ആയിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. കറി ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിഷ്ടമുള്ള ചോറിൻ്റെ കൂടെയോ അതുപോലെ കപ്പയുടെ കൂടെയോ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. കുക്കിംഗ് അറിയാത്തവർക്കും കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്.